ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് നിശബ്ദമായ ഒരു പ്രതികാരത്തിന് ഇറാൻ തുടക്കമിട്ട് കഴിഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇപ്പോൾ അസാധാരണമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ലോകശക്തികൾ ഒന്നടങ്കം ചോദിക്കുന്നു, അമേരിക്ക തകർത്ത ആണവ നിലയങ്ങൾ ഇറാൻ വീണ്ടും പണിയുകയാണോ? എന്താണ് വിവരങ്ങളെന്നറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി കടുത്ത വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്ഫഹാൻ, ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ, നെതാൻസ് തുടങ്ങിയവ ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നു. ആക്രമണത്തിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയായതായും പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷമാദ്യം അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്ന തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഭൂഗർഭ ആണവ നിലയം ഇറാൻ വീണ്ടും പണിയുന്നതായി പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. CNN-ഉം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയും ഈ ചിത്രങ്ങൾ പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ജൂൺ അവസാന വാരം ഒപ്പുവെച്ച താൽക്കാലിക കരാർ അവസാനിച്ചുവെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിഗൂഢ നീക്കങ്ങൾ പുറത്തുവരുന്നത്. ആക്രമണത്തിന് ശേഷം ആഴ്ചകളോളം ഈ പ്രദേശങ്ങളിലെ വാണിജ്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിലക്കുകൾ മാറി ചിത്രങ്ങൾ ലഭ്യമായപ്പോൾ തകർന്ന തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ അതിവേഗം പുനഃസ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2026 ജൂണിനും ജൂലൈക്കും ഇടയിൽ എടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം പാർച്ചിൻ മിലിറ്ററി കോംപ്ലക്സിനകത്തെ തലേഗാൻ 2 ഭൂഗർഭ കേന്ദ്രത്തിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കാണാം. ഏറ്റവും ആശങ്കയുണർത്തുന്നത് പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ കാഴ്ചകളാണ്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ ഉയർന്ന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കുന്ന കേന്ദ്രമായാണ് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ പാർച്ചിനെ കാണുന്നത്. പാർച്ചിനിലെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് വലിയ സൈനിക വാഹനങ്ങളും ട്രക്കുകളും നിരന്തരമായി വന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ബോംബാക്രമണത്തിലുണ്ടായ വലിയ ഗർത്തങ്ങൾ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് മൂടാനും തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ പുതിയ സുരക്ഷാ കവചങ്ങൾ സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനകളുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ തബ്രീസ്, കെർമാൻഷാ തുടങ്ങിയ സ്ഥലങ്ങളിലെ മിസൈൽ സംഭരണ തുരങ്കങ്ങളിലും കേടുപാടുകൾ തീർക്കുന്ന പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഇസ്ഫഹാനിലോ ഫോർദോയിലോ നെതാൻസിലോ നിലവിൽ വലിയ രീതിയിലുള്ള ബാഹ്യമായ പുനർനിർമ്മാണങ്ങൾ ദൃശ്യമല്ല. തന്ത്രപ്രാധാന്യമുള്ള നിർദ്ദിഷ്ട കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ഇറാൻ ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നതാണ് വിവരം. തങ്ങളുടെ ആക്രമണം ഇറാന്റെ ആണവശേഷിയെ വർഷങ്ങൾ പിന്നോട്ടടിച്ചുവെന്നും പാർച്ചിനിലെ നിലവിലെ നീക്കങ്ങൾ കേവലം ഭയം മൂലമുള്ള താൽക്കാലിക അറ്റകുറ്റപ്പണികൾ മാത്രമാണെന്നുമാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക നിലപാട്. അതേസമയം തങ്ങളുടെ പ്രതിരോധ ശേഷി തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഇറാൻ ആവർത്തിക്കുന്നു. ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ഉപയോഗിച്ച് ഇറാൻ ആണവ സാമഗ്രികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണോ അതോ വ്യോമാക്രമണത്തെ പോലും ചെറുക്കാൻ പോകുന്ന സുരക്ഷാ കവചങ്ങളോടെ പുതിയ ലാബുകൾ പണിയുകയാണോ എന്നാണ് ആണവ വിദഗ്ധരുടെ സംശയം. അതേസമയം ഈ പുതിയ നീക്കങ്ങൾ ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന്റെ തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യോമാക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ അവശേഷിക്കുന്ന മിസൈലുകളെയും സാങ്കേതിക വിദ്യകളെയും സംരക്ഷിക്കാനുള്ള മുൻകരുതലാകാം ഇതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, അമേരിക്കയുമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് മേൽക്കൈ നേടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കവുമാകാം ഇതെന്നും അഭിപ്രായങ്ങളുണ്ട്.